ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാരിക പറയാണ്, എന്നെ ഇങ്ങനെ വിളിച്ചു വരുത്തി അപമാനിക്കാനാണെങ്കിൽ കെവിൻ ചേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവരരുതായിരുന്നു. ഇത് കേട്ട ഇസബെല്ല പറയാണ്, ഓ വലിയ അഭിമാനിയാണല്ലോ. ദേ എടി, നീ ആ ദേവികയുടെ അനിയത്തിയാണ്. അവൾക്കൊക്കെ നിന്നെ പോലെ തന്നെയാണ് കാശുള്ള പയ്യന്മാരെ വളച്ച് കയ്യിലാക്കുക. എന്തായാലും കെവിൻ്റെ കമ്പനിയിൽ ചുളുവിൽ MD ആകാമെന്ന് കരുതിയല്ലേ. ഇത് കേട്ട ശാരിക പറയാണ്, ആ അതിനെന്താ, എനിക്ക് MD ആയാൽ പറ്റില്ലേ? ഇസബെല്ല ചേച്ചിക്ക് ഇപ്പോൾ എന്താ വേണ്ടേ? ഇസബെല്ല, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിനക്കും നിന്റെ ചേച്ചിക്കൊക്കെ വലിയ ഗെയിമുകളാണെന്നുള്ള വിചാരമുണ്ട്. അതങ്ങ് മാറ്റിവെച്ചേക്ക്. നിന്റെ ചേച്ചി എവിടെയെങ്കിലും തോറ്റിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മുന്നിൽ മാത്രമാണ്. ശാരിക, എൻ്റെ മുന്നിൽ ചേച്ചി, എൻ്റെ ചേച്ചിയെക്കുറിച്ച് സത്യത്തിൽ നിങ്ങൾക്ക് അറിയില്ല. എൻ്റെ ചേച്ചി വിചാരിച്ചാൽ നന്ദേട്ടൻ എവിടെയാണെന്ന് നിങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് നന്നായിട്ട് അറിയാൻ സാധിക്കും. അതിനുള്ള യാത്രയിൽ തന്നെയാണ് ചേച്ചി. പക്ഷേ എൻ്റെ ചേച്ചിയുടെ കാല് കഴുകി വെള്ളം കുടിക്കാനുള്ള യോഗ്യത പോലും നിങ്ങൾക്കില്ല. ഇത് കേട്ട് ഇസബെല്ല പറയാണ്, എടി നീ എന്താ പറഞ്ഞേ? നിന്റെ ചേച്ചിയുടെ മഹാത്മ്യം വിളമ്പുന്നത് നിർത്തടി. ദേ ശാരിക, എടി പൊടി എന്ന് വിളിച്ചാലുണ്ടല്ലോ, ഞാനും തിരിച്ച് നിങ്ങളെ അങ്ങനെ തന്നെ വിളിക്കും. നിനക്കൊന്നും എൻ്റെ ചേച്ചിയുടെ അടുത്ത് എത്താനുള്ള യോഗ്യതയില്ലടി. മാറി നിൽക്ക്, എനിക്ക് പോകണം. ഇത് കേട്ട് ഇസബെല്ല പറയാണ്, അതെ, നിനക്ക് ഇവിടെ ഒന്നും പോകാൻ പറ്റില്ല. എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ നിന്നിൽ നിന്നും അറിയാനുണ്ട്. അതുകൊണ്ട് നീ ട്രാപ്പിലായി മോളെ. ശാരിക, അങ്ങനെ എന്നെ ട്രാപ്പിലാക്കാൻ നോക്കണ്ട. എന്നെ രക്ഷിക്കാനായിട്ട് എൻ്റെ ചേച്ചി ഇവിടെ എത്തും. ഇത് കേട്ട് ഇസബെല്ല പറയാണ്, ഓ അങ്ങനെയാണോ? എങ്കിലും എനിക്കതൊന്ന് കാണണം. കെവിൻ, ഇസബെല്ല ഒന്നും വേണ്ട, വെറുതെ കയ്യാങ്കളി വേണ്ട. ഇത് കേട്ട് ഇസബെല്ല പറയാണ്, ഏയ് കെവിനെ നിക്കടാ, ഇവളുടെ അഹങ്കാരത്തിനുള്ള തിരിച്ചടി കൊടുത്തേ മതിയാകും. ദേ ഇപ്പോൾ ഇവിടെ വെച്ച് നിന്നെ ഞാൻ തല്ലിക്കൊല്ലാൻ പോവുകയാണ്. നിന്റെ ചേച്ചി വന്ന് രക്ഷിക്കാൻ ഒന്ന് കാണണമല്ലോ. അടുത്ത രംഗത്തിൽ ദേവികയുടെ വണ്ടിച്ചുവടുള്ള എൻട്രിയും വെളിപ്പെടുത്തലുമാണ് കാണിക്കുന്നത്. ഈ സമയം ദേവിക കാറിൽ വന്നിറങ്ങി ഇസബെല്ലയെ തടയുന്നു. ദേവിക പറയാണ്, നിർത്തടി. ശാരിക ഇത് കണ്ട് ചിരിച്ചുകൊണ്ട് പറയാണ്, ഇപ്പം എങ്ങനെയുണ്ടടി? എൻ്റെ ചേച്ചി വരുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്നെ തൊട്ടാൽ വിവരം അറിയും. ഇസബെല്ല, ഓ എത്തിയല്ലോ വലിയ MLA ആണല്ലോ. ദേവിക, അതെ, എൻ്റെ മണ്ഡലത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് എനിക്കറിയാൻ കഴിയും. പിന്നെ പ്രശ്നം സഹോദരിക്കാണെങ്കിൽ പറയേണ്ടതില്ലല്ലോ ഇസബെല്ലേ, അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു മോളെ. ഇസബെല്ല, ഓ വലിയ അഹങ്കാരി, വലിയ സഹോദരി സ്നേഹം. ദേവിക, ആ അങ്ങനെ തന്നെ വേണമെങ്കിൽ കൂട്ടിക്കോ. നീ അന്ന് ഇവിടെ വന്ന് നിന്റെ അനിയത്തിയുടെ കാര്യത്തെക്കുറിച്ച് ദുഃഖാചരണം നടത്തിയിട്ട് പോയതല്ലേ എന്ന് ചോദിച്ചാൽ, ഓ ശാരി നീ കേട്ടോ, നീ അറിയാതെയാണത്രേ ഞാൻ ഇങ്ങോട്ട് വന്ന് ഇവരുടെ മുന്നിൽ സങ്കടം പറഞ്ഞത്. ദേവികയും ശാരികയും ഇത് കണ്ട് കളിയാക്കി ചിരിക്കുന്നു. ഇസബെല്ല പറയാണ്, ഇതെന്താ കെവിനെ ഇവർ രണ്ടുപേരും ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്നത്? കെവിന് ഒന്നും മനസ്സിലാകുന്നില്ല. ദേവിക പറയാണ്, മനസ്സിലായില്ലേ? ദേ എല്ലാം ഒരു നാടകമായിരുന്നു. എൻ്റെ അനിയത്തി ശാരിക അതിൽ പ്രധാന പങ്ക് വഹിച്ചു. ഈ നിൽക്കുന്ന ശാരികയെ കാണുന്നത് പോലെയല്ല കാര്യം. ഇവൾ എന്നെക്കാൾ ഇളയതാണെങ്കിലും ബുദ്ധി കൊണ്ടും തന്ത്രം കൊണ്ടും കുറച്ച് മൂപ്പാണ്. ഇത് കേട്ട് ഇസബെല്ല പറയാണ്, ആ രണ്ടുപേരും തന്ത്രശാലികളാണെന്ന് ഞങ്ങൾക്ക് അറിയാം. ദേവിക, വെറും തന്ത്രമല്ല ഇസബെല്ലേ, ഇത് നിങ്ങളെയൊക്കെ പൂട്ടാനുള്ള തന്ത്രമാണ്. നിങ്ങളെയൊക്കെ പൂട്ടിയ ചാവി ഞങ്ങളുടെ പോക്കറ്റിലുണ്ട്. ഇത് കേട്ട് ഇസബെല്ല പറയാണ്, ഡി നിങ്ങളെന്താ ഈ പറയുന്നേ? ദേവിക, അതെ, ഞങ്ങളൊരു നാടകം കളിക്കുകയായിരുന്നു. അതിൽ പ്രധാന കഥാപാത്രമായിട്ട് എൻ്റെ അനിയത്തി അഭിനയിച്ചു. ഈ നിൽക്കുന്ന കെവിനെ ട്രാപ്പിലാക്കുക എന്നൊരു പ്രണയ നാടകം. കെവിൻ അതിൽ കറക്റ്റായി തന്നെ വന്ന് കുടുങ്ങുകയും ചെയ്തു. കിട്ടേണ്ട എല്ലാ വിവരങ്ങളും ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. നിന്റെ പാപ്പൻ ആരാണെന്നും അയാൾ ആർക്കു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള സത്യം വരെ ഞങ്ങൾ അറിഞ്ഞു. കെവിനും ഇസബെല്ലയും ആകെ ഷോക്കാകുന്നു. ദേവിക പറയാണ്, ഇനി നിങ്ങളെയൊക്കെ പൂട്ടാനുള്ള ഓട്ടത്തിലാണ് ഞങ്ങൾ വിജയിച്ചിരിക്കും. വാ മോളെ പോകാം. ഇസബെല്ലയുടെ കയ്യേറ്റവും ദേവികയുടെ തിരിച്ചടിയുമാണ് കാണിക്കുന്നത്. ഇസബെല്ല ദേവികയുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് പറയാണ്, അങ്ങനെ അങ്ങ് ഞങ്ങളുടെ കളിയാക്കി കെണിയിലാക്കിയിട്ട് പോകാൻ നിൽക്കുകയാണോ? ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധിക്കില്ല നിനക്ക് ദേവിക. ശാരിക, ചേച്ചി ഇത്രത്തോളം ചെയ്യാമെങ്കിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനാണോ ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്? ഇത് കേട്ട് ഇസബെല്ല പറയാണ്, എങ്കിൽ പിന്നെ ഒന്ന് കാണണമല്ലോ. പെട്ടെന്ന് ദേവിക ഇസബെല്ലയുടെ കരണത്തൊന്ന് കൊടുക്കുന്നു. ദേവിക പറയാണ്, കൈയെടുക്കടി, ഇതൊരു ടോക്കണാണ്. ഈ മെയിൻ വരാൻ പോകുന്നതേ ഉള്ളൂ. കാത്തിരുന്നോ നീ ചെയ്തു കൂട്ടിയ ചതിക്കൊക്കെ തന്നെ റെക്കോർഡ് സഹിതം തെളിവുകളുണ്ട്. എന്നെയോ എൻ്റെ ശാരിക മോളെയോ ട്രാപ്പിലാക്കാൻ നോക്കിയാൽ അത് ഇപ്പോൾ തന്നെ മീഡിയയുടെ മുന്നിലെത്തും. ഈ ഇപ്പോൾ സംസാരിക്കുന്നത് പോലും കോൾ റെക്കോർഡിംഗ് ആണ്. അതുകൊണ്ട് ഞങ്ങളെ തൊട്ടാൽ വിവരം അറിയും മോളെ, നിങ്ങൾ കുടുങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അടുത്ത രംഗത്തിൽ ശാരിക കെവിന് നൽകുന്ന ഉപദേശമാണ് കാണിക്കുന്നത്. ശാരിക പറയാണ്, കെവിൻ ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. സത്യത്തിൽ കെവിൻ ചേട്ടനിട്ട് ഞാനൊരു പണി തരികയായിരുന്നു. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി കോടതിയും കേസുമൊക്കെ ആയിട്ട് ഒരുപാട് കാലം നടക്കേണ്ടി വരും. അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം കെവിൻ ചേട്ടൻ്റെ പ്രായത്തിനൊത്ത് ഒരു പെൺകുട്ടിയെ അന്വേഷിച്ച് വിവാഹം കഴിക്കാൻ നോക്ക്. പെട്ടെന്ന് ആരെങ്കിലും പ്രേമമാണെന്ന് പറയുമ്പോൾ കണ്ണടിച്ച് വീഴാൻ നിൽക്കേണ്ട.
ശാരികയും ദേവികയും കാറിൽ കയറി പോകുന്നു. ഇസബെല്ല പുറകെ പോകാൻ നോക്കുമ്പോൾ കെവിൻ തടയുന്നു. അടുത്ത രംഗത്തിൽ സിദ്ധാർത്ഥനും പ്രഭാവതിയും തമ്മിലുള്ള ചർച്ചയാണ് കാണിക്കുന്നത്. സിദ്ധാർത്ഥൻ പറയാണ്, ശാരികയും ദേവികയും എല്ലാ വിവരങ്ങളും കെവിനെയും ഇസബെല്ലയും അറിയിച്ചു. ഋഷി മരിച്ചിട്ടില്ലെന്നും നന്ദനെ കുടുക്കിയതാണെന്നുമുള്ള സത്യത്തിലടക്കം അവരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ സൂക്ഷിക്കണം. ശാരികയും ദേവിയും ഇതിനു പിന്നിൽ അംഗം വെട്ടി തുടങ്ങിക്കഴിഞ്ഞു. നന്ദനിലേക്ക് എത്താനുള്ള ദൂരം ഇനി അധികം വൈകാതെ തന്നെ നമുക്ക് തുറന്നു കാണിക്കും. സിദ്ധാർത്ഥൻ പറയാണ്, ഇനി മുതൽ ദേവിയുടെ ഷാഡോ പോലീസ് കെവിന്റെയും ഇസബെല്ലയുടെയും നീക്കങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. പിന്നെ യഥാർത്ഥ കുറ്റാളി മറ്റാരെങ്കിലും ആണെങ്കിൽ അവർ ഉറപ്പായിട്ടും വിചാരിക്കുന്നുണ്ടാകും നമ്മുടെ ശ്രദ്ധ മുഴുവൻ കെവിന്റെയും ഇസബെല്ലയുടെയും പുറകെയാണെന്ന്. അങ്ങനെയുള്ളപ്പോൾ അവർ ആത്മവിശ്വാസത്തോടു കൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ അവരെ ലോക്ക് ചെയ്യണം. ഇനി ദേവിക മോളെ മാനസികമായിട്ട് തകർക്കാതെ അവൾക്കൊപ്പം നിൽക്കുകയാണ് വേണ്ടത്. മാധവനും രാധികയും ദേവികയും ശാരികയും വീട്ടിലെത്തുന്നു. ദേവിക പറയാണ്, അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊന്നും പറയണ്ട, പെട്ടെന്ന് പറഞ്ഞാൽ അവർ പേടിക്കും. രാധിക വിഷമത്തോടെ പറയാണ്, രണ്ടാളും ഇനി ഇറങ്ങിപ്പോകുമ്പോൾ എവിടെയാണെന്നൊക്കെ എന്താണെന്നും പോലും അറിയുന്നില്ല. ആദ്യം അനിയത്തി ഇറങ്ങിപ്പോയി, പിന്നീട് ചേച്ചി ഇറങ്ങിപ്പോയി. ദേവിക ഇറങ്ങിപ്പോയത് വളരെ ടെൻഷനിലൂടെയാണ്. എനിക്കെന്തോ പേടി തോന്നുന്നു മാധവേട്ട. ഇവർ എന്തൊക്കെയാണ് നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നത്? ശാരിക, ചേച്ചി, നമ്മളിനി മറച്ചു വെക്കുന്നത് കൊണ്ട് കാര്യമില്ല, എപ്പോഴാണെങ്കിലും അറിയണ്ടേ? രാധിക പറയാണ്, എവിടേക്കാ നിങ്ങൾ രണ്ടുപേരും പോയത്? ദേവിക, അമ്മേ, പിന്നെ സംസാരിക്കാം. രാധിക പറയാണ്, അങ്ങനെ പിന്നെ സംസാരിക്കാൻ പറ്റില്ല. ടെൻഷനുള്ളിൽ അടക്കി വെച്ച് സത്യം പറഞ്ഞാൽ പൊട്ടിപ്പോകുന്നത് പോലെയാണ് തോന്നുന്നത്. കാര്യം പറയും, നിങ്ങൾ രണ്ടുപേരും എങ്ങോട്ടാണ് പോയത്? ആരെ കാണാൻ വേണ്ടിയിട്ടാണ് പോയത്? ശാരിക പറയാണ്, ഞങ്ങളെല്ലാ രഹസ്യങ്ങളും ആ കെവിനോടും ഇസബെല്ലയോടും തുറന്നു പറഞ്ഞു. രാധിക, എന്ത്? ഇത് കേട്ട് ശാരിക പറയാണ്, ബാക്കിയൊക്കെ ചേച്ചി പറയും. ദേവിക, അതേ അമ്മേ, എല്ലാ സത്യങ്ങളും ശാരിക കെവിനോട് തുറന്നു പറഞ്ഞു. ഇത് കേട്ട രാധിക പറയാണ്, അയ്യോ മക്കളെ, ഇനിയിപ്പോൾ അത് പ്രശ്നമാവുമോ? മാധവൻ, ഒരു പ്രശ്നവുമില്ല മോളെ, ഇത് എടുത്തുചാട്ടമായി പോയോ? ദേവിക, ഇല്ല അച്ഛാ, കറക്റ്റായിട്ടുള്ള സമയത്ത് തന്നെയാണ് തിരിച്ചടിച്ചിരിക്കുന്നത്. മാധവൻ പറയാണ്, അല്ല മോളെ, ഇനിയിപ്പോൾ ആ കെവിനും ഇസബെല്ലയും അടങ്ങിയിരിക്കുമോ? ദേവിക, അടങ്ങിയിരിക്കില്ല, അവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാൻ തന്നെയാണ് ഞാനും തീരുമാനിച്ചിരിക്കുന്നത്. തുടർന്ന് തങ്ങളുടെ പെൺമക്കളുടെ സുരക്ഷിതത്വത്തെ ഓർത്ത് മാധവനും രാധികയും വല്ലാതെ ആശങ്കപ്പെടുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.